First of all, let me thank Consultus Digital Solution and Rotary Club of Calicut Cybersecurity for giving me the opportunity to talk in the common platform that's a newly emerged one, Clubhouse platform. വളരെ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ക്ലബ് ഹൗസിന്റെ നമ്മളെല്ലാവരും പങ്കാളികളാവുന്നത്. ഇന്നത്തെ ടോപ്പിക് COVID-19 ഗെയിം ചേഞ്ചർ എന്നൊരു സബ്ജക്റ്റാണ് AS എ ടോക്ക് സീരീസിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 76 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലിട്ട ഒരു ബോംബ്, ആറ്റം ബോംബ്. ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബ് ലോകത്തെ എല്ലാം നടുക്കിക്കൊണ്ട് ഒരു ജപ്പാൻ എന്ന വളരെ ചെറിയ ഒരു രാജ്യത്തെ ദ എൻഡ് എന്ന് വിധി എഴുതിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ചു വരികയും ലോകത്തെ തന്നെ ഡെവലപ്ഡ് കൺട്രിയിലെ സെക്കൻഡ് ലാർജസ്റ്റ്, ഇപ്പൊ ചൈന ഓവർടേക്ക് ചെയ്തെങ്കിൽ പോലും വേൾഡിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമായി ഏകദേശം GDP 4.9 ട്രില്യൺ US$ എത്തിയ ജപ്പാൻ, പെർ ക്യാപിറ്റ GDP $40,000 നിൽക്കുന്ന ജപ്പാൻ, ഒരു മനുഷ്യരാശിയുടെ കംപ്ലീറ്റ് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ആ ബോംബാക്രമണത്തിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഹാർഡ് വർക്ക് ചെയ്ത്, ഒരിക്കലും ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത ജീവിതത്തിന് വേണ്ടി പണിയെടുത്ത ജപ്പാൻ ഇന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ഒരുപക്ഷെ അതൊരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ എല്ലാവരും, ഞാനൊന്നും ആ സമയത്ത് ജനിച്ചിട്ടില്ലെങ്കിൽ പോലും ചരിത്രം പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് പലരും വിധി എഴുതിയ ആ ജപ്പാൻ ഇന്ന് ലോകത്ത് കാണിച്ചൊരു മോഡലുണ്ട്. ചാരത്തിൽ നിന്ന് ലോകത്തെ വമ്പൻ രാഷ്ട്രങ്ങളെ കോമ്പീറ്റ് ചെയ്ത് അമേരിക്കയോട് തൊട്ട് താഴെ നിന്ന് ഇപ്പൊ ചൈനയും ജപ്പാനുമായിട്ട് മത്സരിക്കുന്നു. ലോകത്ത് കടന്നു വന്നിട്ട് എല്ലാ കർഷകരോടും ഇന്ദ്രദേവൻ പറയുകയുണ്ടായി, ഇനി 12 വർഷത്തേക്ക് ഒരു മഴയും ഇവിടെ പെയ്യുകയില്ല. 12 വർഷം വളരെ വേനലായിരിക്കും. നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വരുമാന സ്രോതസ്സായ കൃഷിയിടങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലും വെള്ളം വരികയില്ല, മഴ പെയ്യുകയില്ല. വളരെ നിരാശരായി നമ്മൾ ഇന്ന് കോവിഡ് വന്ന പോലെ നമ്മൾ വളരെ നിരാശരായിട്ട് നെഗറ്റീവുകൾ ചിന്തിച്ച് പലരും മാനസിക സ്ട്രെസ്സൊക്കെ അനുഭവപ്പെട്ട് വളരെ നിരാശയിൽ കഴിയുന്ന ആ ഗ്രാമവാസികളില് പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എന്ത് ചെയ്യും എന്ന് ഉള്ള ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഒരു കർഷക, അതായത് ഗ്രാമ തലവൻ ഇന്ദ്രദേവനോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ മഴ പെയ്യാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്യാതിരിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ലേ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? ലോകത്തോട്, ഈ ഭൂമിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഇഷ്ടപ്പെട്ട, ദൈവം തന്നെ ഇഷ്ടപ്പെട്ട ഒരു മാർഗം, തൊഴിൽ മാർഗമല്ലേ ഞങ്ങൾ സ്വീകരിച്ചതെന്ന് പറഞ്ഞപ്പോ, ഇത് ദൈവത്തിന്റെ വിധിയാണ്, പരമശിവന്റെ പ്രഖ്യാപനമാണ്. 12 വർഷത്തേക്ക് പരമശിവൻ ഇനി ഡമരു വായിക്കുകയില്ല എന്ന് ഇന്ദ്രദേവൻ ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ നിരാശ പൂണ്ട ഗ്രാമവാസികൾ രാവും പകലും നിരാശയിൽ മുഴുകി പലരും ആത്മഹത്യയിലേക്ക് പോയി. ആ സമയത്ത് ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കലപ്പയും തൂമ്പയും പല പണിയായുധങ്ങളെല്ലാം തന്നെ എടുത്ത് രാവിലെ മുതൽ തന്റെ കൃഷിയിടത്തില് കിളക്കാൻ തുടങ്ങി. എന്നും അദ്ദേഹം രാവിലെ പോയി കിളച്ചുകൊണ്ടേയിരിക്കും. അത്ഭുതമായിട്ട് ഇതിനെ കണ്ട ഗ്രാമവാസികൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഒരു ഉപകാരവും ഇല്ലാത്ത ഈ ഭൂമി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിളച്ചിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അധ്വാനിക്കുന്നത്? 12 വർഷം കഴിഞ്ഞു വരുന്ന മഴയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് എന്ന്
ഗ്രാമവാസികളെല്ലാം തന്നെ ഈ കർഷകനോട് ചോദിച്ചു. അന്ന് കർഷകൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. 12 വർഷം കഴിഞ്ഞു വരുന്ന മഴയ്ക്ക് ഞാൻ ഇപ്പോഴേ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഈ കൃഷിയിടവും എന്റെ ആയുധങ്ങളും എന്റെ മനസ്സും എന്റെ ശരീരവും തുരുമ്പെടുത്തു പോകും. 12 വർഷം കഴിഞ്ഞ് വരുന്ന ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ പണിയെടുത്താൽ മാത്രമേ 12 വർഷം കഴിഞ്ഞ് നമ്മളൊരു നല്ല നാളേക്കായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. വളരെ അത്ഭുതത്തോടു കൂടി ഗ്രാമവാസികൾ അദ്ദേഹത്തെ പലരും കളിയാക്കി. പലരും പറഞ്ഞു ഇദ്ദേഹം കംപ്ലീറ്റ് വേസ്റ്റ് ആണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കർഷകൻ എന്നും അദ്ദേഹത്തിന്റെ പണികൾ തുടർന്നു. ഈ വിവരം ഇന്ദ്രദേവൻ പാർവതിയെ അറിയിച്ചു. ഉടൻ തന്നെ പാർവതി ഓടിപ്പോയി പരമശിവനോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ, ഭൂമിയിൽ ഒരു കർഷകൻ 12 വർഷം കഴിഞ്ഞ് നിങ്ങൾ പെയ്യുന്ന മഴയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പണിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പണിയായുധങ്ങളും അദ്ദേഹം മനസ്സും ശരീരവും തുരുമ്പെടുത്തു പോകും. ഇങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് മറ്റുള്ളവരുമായിട്ട് ഉപദേശിച്ച് അദ്ദേഹം പണിയെടുക്കുന്നത് കണ്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരമശിവൻ, നിങ്ങളുടെ ഡമരു ഇങ്ങനെ വായിക്കാതെ വെറുതെ ഇട്ടാൽ, 12 വർഷം കഴിഞ്ഞ് ഡമരു വായിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വെറുതെ ഇട്ടാൽ നിങ്ങളുടെ ഡമരും 12 വർഷം കഴിഞ്ഞിട്ട് വായിക്കാൻ കഴിയാതെ വേസ്റ്റ് ആയി പോവില്ലേ എന്ന് പാർവതിയുടെ ചോദ്യത്തിന് മുന്നിൽ പരമശിവൻ വീണു. പരമശിവൻ ഉടൻ തന്നെ മഴ പെയ്യിപ്പിച്ചു. വളരെ നന്നായിട്ട് ആദ്യം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ കർഷകൻ വളരെ മുന്നോട്ട് എത്തുകയും വലിയ രീതിയിൽ സമ്പാദിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്ത ഒരു കഥ എപ്പോഴോ വായിക്കാനിടയായി. സത്യത്തിൽ ഇതല്ലേ നമ്മളും ചെയ്യേണ്ടത്? ഈ ഒരു പോസ് ദൈവം ഭൂമി എന്ന ഭൂഗോളത്തെ ക്ലീൻ ആക്കാൻ വേണ്ടി, പലപ്പോഴും കേട്ടിട്ടുണ്ട് 100 വർഷത്തിന്റെ ഇടയിൽ പല സമയങ്ങളിലായിട്ട് പല അസുഖങ്ങളും പല വൈറസുകളും കൊണ്ടുവന്നിട്ട് ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്താറുണ്ട്. അതേപോലെ ഈ പ്ലാനറ്റിനെ ഒരു ദൈവം ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി മാറ്റിയിരുന്ന സമയത്ത് നിരാശരായ നമ്മൾ ഒരു പണിയും എടുക്കാതെ നെഗറ്റീവ് മെസ്സേജുകൾ പരസ്പരം പാസ് ചെയ്യുകയും പണിയെടുക്കാതെ കഴിഞ്ഞു ദ എൻഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്ത് പണിയെടുക്കാതെ നിൽക്കണോ? അതല്ല, ഈ കർഷകനെ പോലെ 12 വർഷം കഴിഞ്ഞു പെയ്യുന്ന മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്ത് മൂർച്ച കൂട്ടി നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും നമ്മുടെ എല്ലാ സിസ്റ്റവും മൂർച്ച കൂട്ടുകയല്ലേ വേണ്ടത്? അതിനുള്ള ഒരു ഗെയിം ചേഞ്ചർ അല്ലേ കോവിഡ് എന്ന ഈ ഒരു വൈറസ് നമ്മുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം. ശരിക്ക് ഒരു സുപ്രഭാതത്തില് നമ്മുടെ എല്ലാം തന്നെ ലോക്ക്ഡൗൺ എന്ന ഒരു പ്രത്യേക വാക്കുകളിൽ അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന പ്രത്യേക വാക്കുകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലോക്ക്ഡൗൺ പോലെ നമ്മളെ വീടിന്റെ ഉള്ളിൽ തളച്ചിട്ട് പൂട്ടിയിട്ട് ഒരു കോമ്പൗണ്ടിന്റെ വെളിയിലായിരുന്ന 1 മാസം നമ്മൾ ചെലവഴിച്ചു. ആ ഒരു ലോക്ക്ഡൗൺ, കോവിഡ് കാരണം വന്ന ലോക്ക്ഡൗൺ കൊണ്ട് എന്തൊക്കെ മാറ്റം നമുക്ക് വരുത്തി? ആരൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്? ആരൊക്കെയാണ് പണിയെടുത്തത്? അവർക്കാണ് നാളത്തെ വിജയം ഉണ്ടാവുക 100%. കാരണം ഇതുവരെയുള്ള സിസ്റ്റം കംപ്ലീറ്റ് ചേഞ്ച് ആയി. നമ്മൾ പോലും നമ്മളെ കൺട്രോൾ ചെയ്യാത്ത നമ്മളെ ടൈമിങ് മോർ എഫക്റ്റീവ് ആക്കാൻ നമ്മളെ ലൈഫിന് കഴിഞ്ഞു. പേഴ്സണൽ നമ്മളെ കലണ്ടർ സെറ്റ് ചെയ്ത പല കലണ്ടറുകളും വൈപ്പ് ഔട്ട് ചെയ്ത് പുതിയ കലണ്ടർ ദൈവം തന്നു. നമ്മുടെ റുട്ടീൻ ലൈഫുകളെല്ലാം തന്നെ നമ്മുടെ പ്ലാനിനനുസരിച്ചല്ലാതെ നമ്മൾ ദൈവം എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ ലെവലിലേക്ക് മാറ്റാനുള്ള ഒരു റിഫ്ലക്ഷനും റീകണക്ഷനും അത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതേപോലെ പല ട്രഡീഷണൽ സിസ്റ്റവും, നമ്മൾ അതിന് പല പേരിട്ട് വിളിക്കും, പല ട്രഡീഷണൽ സിസ്റ്റവും മാറ്റിമറിച്ചുകൊണ്ട് ഹൈറാർക്കികളിൽ കമ്പനികളുടെ ബിസിനസ്സുകളെ ഹൈറാർക്കികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈസി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മളെ മാറ്റാൻ ഈ കോവിഡിന് സാധിച്ചിട്ടില്ലേ? ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. സത്യത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വലിയ
രീതിയിൽ മാറ്റങ്ങൾ നമ്മളെ ഇതുവരെ കാണാത്ത ലൈഫ്, ഇതുവരെ മുന്നിൽ വരാത്ത ലൈഫുകൾ നമ്മുടെ മുമ്പിൽ വന്നു. അപ്പോ ഓരോ പ്രതിസന്ധി വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഓപ്പർച്യൂണിറ്റി ലൈസ് ദി മിഡ്സ്റ്റ് ഓഫ് ദി ക്രൈസിസ്. ഓരോ പ്രതിസന്ധിയും നമുക്ക് തരുന്നത് ഒരുപാട് അവസരങ്ങളാണ്. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കോവിഡ് പോലുള്ള കടുത്ത പ്രതിസന്ധികൾക്ക് കഴിയും. പുതിയ പരീക്ഷണം നടത്താനുള്ള അവസരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ ഫേസ് ചെയ്ത് തിരിച്ചുവരവ് നടത്തിയ ജപ്പാനെ പോലുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ, അതിന് വേറെ കുറെ കാരണങ്ങളുണ്ട്, കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് മാറാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും പരിചിതമല്ലാത്ത പുതിയ പുതിയ രീതികൾ, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഫോഴ്സ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോം 2018 റോഹൻ സേറ്റ് എന്ന ഒരു ഇന്ത്യൻ വംശജൻ, അദ്ദേഹത്തിന്റെ അമേരിക്കൻ വൈഫിലുണ്ടായ ഒരു കുട്ടി വളരെ റയറായിട്ടുള്ള രോഗത്തിന് അടിമപ്പെടുകയും സംസാരിക്കാൻ പറ്റാതെ 2 വർഷം അവർ മുന്നോട്ട് നീങ്ങി പല പല പരീക്ഷണങ്ങൾ നടത്തി. ഗൂഗിളിൽ നിന്ന് അവർ ഡിസൈൻ ചെയ്തു, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചെയ്തു, ഒരു ചാരിറ്റി പ്ലാറ്റ്ഫോം അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അത് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കില്ല, അത് ക്ലോസ് ചെയ്തു. അങ്ങനെ ആ ഒരു സമയത്താണ് പോൾ ഡേവിസൺ എന്ന് പറയുന്ന ഒരാളുമായിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നു. രോഹൻ സേത്ത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പോൾ ഡേവിസിനോട് പറഞ്ഞു, എന്റെ മകൾക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഈ ഒരു അവസരത്തില് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡിയാക്കിയാലോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോൾ ഡേവിസണും രോഹൻ സേത്തും ക്ലബ് ഹൗസ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. 2020 മാർച്ചിൽ ലോക്ക്ഡൌൺ ഏറ്റവും കൂടുതൽ ലോക്ക്ഡൌൺ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അത് ഇന്ത്യയിൽ ഈ ആൻഡ്രോയിഡിലേക്കൊക്കെ വന്ന വേർഷനൊക്കെ വന്നപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, മേ ബി 15 days ഓർ 1 monthന്റെ ഉള്ളിൽ ഇപ്പോൾ ക്ലബ് ഹൗസേ നമ്മൾ ചർച്ചയിലുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ക്ലബ് ഹൗസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് എന്ന പ്രതിസന്ധിയൊക്കെ നമ്മുടെ മുമ്പിൽ ഫോഴ്സ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുവരുന്ന പുതിയ രീതികൾ. നമ്മൾ ഒരിക്കലും ഇതിനെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട്, മനാസ് എന്ന പാർട്ട്ണറോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ ക്ലബ് ഹൗസ്. സിംപിളി അതേ പറഞ്ഞു, നമ്മൾ പണ്ട് ചായക്കടയിൽ പോയി അങ്ങാടിയിൽ പോയി സൊറ പറഞ്ഞിരിക്കുന്നതിന് ഓൺലൈനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവരെ അത് ആക്സെപ്റ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും ഡിസ്ട്രപ്ഷൻസ് ആണ് ശരിക്കും ലോകത്ത് സംഭവിച്ചത്. കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഡിസ്ട്രപ്ഷൻസ് ദൈവം വളരെ ഫാസ്റ്റ് ആക്കി. ആ ഫാസ്റ്റ് ആക്കി മാറ്റിയതിൽ ആരൊക്കെ ഈ ചാലഞ്ചസ് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കണോ അവരായിരിക്കും ഇനിയുള്ള അടുത്ത വർഷങ്ങളിൽ മുന്നോട്ട് പോവുക. നമ്മളെ സെൽഫായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയോ? ഇപ്പൊ ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് ഞാൻ പ്രവർത്തിക്കുമ്പോൾ, രാവിലെ ഓഫീസിൽ വന്ന വൈകുന്നേരം വരെ ക്ലയന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഓഫീസിലെ വൈകുന്നേരങ്ങളിൽ ടയർഡായിട്ട് വീട്ടിലെത്തുന്നു. ഒരു തരത്തിലും നമ്മളൊരു മെക്കനൈസ്ഡ് ലൈഫ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഓഡിറ്റ് ചെയ്യാൻ ഒരിക്കലും അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ വെൽ ബ്രാൻഡഡ് ആയിട്ടുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെൽഫായിട്ട് ഓഡിറ്റ് ചെയ്യാനും സിസ്റ്റം ഓഡിറ്റ് ചെയ്യാനും പ്രോസസ് ഓഡിറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കോവിഡ് ഒരു ഭാഗ്യമല്ലേ? ലോക്ക്ഡൌൺ ഒരു ഭാഗ്യമല്ലേ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം, ഒരുപാട് മേഖലകൾ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക്, ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ പുതിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, പുതിയ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ട് അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ പലപ്പോഴും സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു വളരെ പേഴ്സണൽ, ഞങ്ങൾ ഒരിക്കല് നമ്മുടെ പാർട്ട്ണർ ഷമീറുമായിട്ടും കൃഷ്ണകുമാറായിട്ടും പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയം, കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൌണിൽ ഏറ്റവും കൂടുതൽ വായിച്ചത് നെഗറ്റീവ് ന്യൂസുകളാണ്. ഇനിയില്ല, ലിക്വിഡിറ്റി കഴിഞ്ഞു, രാജ്യം, ലോകം പരമദാരിദ്ര്യത്തിലേക്ക് പോകുന്നു, നമ്മള് ചക്ക തിന്നണം, നമ്മള് സാധാ കിഴങ്ങുവർഗ്ഗങ്ങൾ തിന്നണം എന്നൊക്കെ ആയിട്ട് ആൾക്കാര് സമ്പാദ്യങ്ങൾ
പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സമ്പാദ്യം. ലോക്ക്ഡൌൺ കഴിഞ്ഞ് പുതിയ പുതിയ രീതികൾ, പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ഡിസ്ട്രപ്ഷനിലൂടെ വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഒരു പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പല രാജ്യത്തിന്റെ പല ഭാഗത്ത് താമസിക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് സൂം മീറ്റിംഗ് വളരെ ഫെമിലിയർ ആയി. ഇതിനു മുന്നേ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് മീറ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, പക്ഷെ പലരും യൂസ് ചെയ്തിട്ടില്ല. വളരെ അതിനാവശ്യക്കാർ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇപ്പം ഒരു നാട്ടും പ്രദേശത്ത് ഗ്രാമത്തിന്റെ അങ്ങാടിയിൽ വന്നാൽ പോലും ഒന്ന് സൂമിൽ കയറും, നമുക്ക് സംസാരിക്കാം. വീട്ടുകാർ പറയുന്നു. അടുത്ത കാലത്തൊന്നും കുട്ടികളോട് ഒരു മൊബൈൽ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡയൽ ചെയ്യണം, എങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് കുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അടക്കം ഇപ്പോ സൂമും വീഡിയോ കോളും ഇനി മേ ബി നമുക്കൊരു വിത്തിൻ 1 to 2 months ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ ഏബിൾ ടു യൂസ് ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോം. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ ചേഞ്ചസ് കൊണ്ടുവന്നത് ഞാൻ പറയുന്നു ഇതൊരു ഭാഗ്യമാണ്. കുറച്ച് പുതിയ പരീക്ഷണങ്ങൾ, പുതിയ നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിന്റെ ഗ്രാമവാസികൾ, കർഷകരെല്ലാം ടെൻഷൻ അടിച്ച് പണിയെടുക്കാതെ നിന്നാൽ നാളെ പരമശിവനടക്കം ഡമറു വായിക്കുന്നത് ഞാൻ പണിയെടുക്കാതിരുന്നാൽ എന്റെ ഡമറു പോലും വായിക്കാൻ പറ്റാതെ ആവുമോ എന്ന് പേടിച്ചിട്ട് അവരും പണിയെടുത്തപ്പോൾ ഉണ്ടായ ലോകത്തിന് മുന്നിൽ കാണിച്ച റിസൾട്ട് ഉണ്ട്. ഞാനൊരു കഥയാണ്, അതൊരു ഒരു ഒരു കഥയായിട്ട് എടുക്കുകയാണെങ്കിലും ഒരു വലിയ മെസ്സേജാണ്. സത്യത്തിൽ പ്രൊഡക്ടിവിറ്റിയാണ് ഇവിടെ കുറഞ്ഞത്. ഒരു പോസാണ് ലോകത്തിന്. ഈ പോസ് ദൈവം ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി ചെയ്തതാണ്. നമുക്ക് നമ്മളെ റിലീജിയസ് ആയിട്ടുള്ളവർക്ക് റിലീജിയസ് ആയിട്ട് പഠിക്കാൻ, റിലീജിയസ് ആയിട്ട് ചിന്തിക്കാൻ, ഫാമിലിയുമായിട്ട് ബോണ്ടിങ് കൂട്ടാനൊക്കെ ഇത് സംഭവിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് ആണ് സത്യത്തില് കോവിഡ് കൊണ്ടുവന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, കാരണം ഇതൊരു ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോം ആണ്. ഓഡിയൻസിനെ കാണാതെ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ഒരു കൺവീനിയൻസ് കുറവുണ്ട്. സത്യത്തിൽ ഈ ഒരു ചേഞ്ചസ് കൊണ്ട് കോവിഡ് കൊണ്ടുവന്ന ഓപ്പർച്യൂണിറ്റികൾ എന്താന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വൈപ്പ് ഔട്ട് ചെയ്ത ഇൻഡസ്ട്രീസ് അടക്കം തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷേ ജാപ്പാനിലെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത്, എന്നിട്ടാണ് പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും അവർ കൂട്ടിയത്. അതേപോലെ വരുന്ന പലപ്പോഴും നമുക്ക് ടെക്നോളജി അത് IT പ്രൊഫഷനിൽ ഉള്ളതാണ്, അത് അവർ ചെയ്യേണ്ടതാണ്, എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ടെക്നോളജികൾ സമസ്ത മേഖലയിലും ടെക്നോളജി മതി. ഈ എക്സാമ്പിൾ ഞാൻ ഒന്ന് ഒറ്റ ലിസ്റ്റ് ഔട്ട് ചെയ്യാം, ബാക്കി നമുക്ക് ചർച്ചയാവാം. അഗ്രികൾച്ചറിൽ പണ്ടത്തെ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി വരെ അഗ്രിടെക് എന്നും അഗ്രിപ്രണർഷിപ്പ് എന്നുമാണ് ഇപ്പൊ വിളിക്കുന്നത്. അഗ്രികൾച്ചർ എങ്ങനെ ടെക്നോളജിയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. നമ്മളെപ്പോഴും വേവലാതിപ്പെടുന്നതുണ്ട്, കർഷകരുടെ യഥാർത്ഥ പ്രൈസ് കിട്ടുന്നില്ല, മാർക്കറ്റിലേക്ക് റൈറ്റ് ടൈമിൽ എത്തിക്കുന്നില്ല, ഇടനിലക്കാർ അതൊക്കെ മാറിയിട്ട് ഇപ്പം സോഫ്റ്റ്വെയർ പല കമ്പനികളും, പല കമ്പനി പോയിട്ട് ഇൻഡിവിജ്വൽസ്, യങ്സ്റ്റേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ സോഫ്റ്റ്വെയർ ഇറക്കി. അവർക്ക് വീട്ടില് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് കർഷകരെടുത്തുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എൻഡ് യൂസേഴ്സ് എത്തിക്കാൻ വലിയ പണിയില്ല. ടെക്നോളജിയാണ് അവിടെ ചെയ്തത്. ഒരു പക്ഷെ ആ ടെക്നോളജി പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ അത് കോവിഡ് സ്പീഡാക്കി. ദാറ്റ് മീൻസ് ചേഞ്ച് ചെയ്തു നമ്മളെ. വീട്ടിലിരുന്ന് ഇപ്പം എന്റെ വൈഫ് എനിക്കൊരിക്കല് ഒരു ചെറിയ സാധനം ഓർഡർ ചെയ്തു, നെയിൽ കട്ടർ ഓർഡർ ചെയ്തു. ഞാൻ ഒരു നെയിൽ കട്ടർ ഈ എരഞ്ഞിപ്പാലം സൂപ്പർ മാർക്കറ്റ് വെറുതെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ജസ്റ്റ് ഓർഡർ ചെയ്യണം, നാളെ രാവിലെ അവിടെ വരും. അത്തരത്തിൽ ആൾക്കാർ മാറിപ്പോയത് ടെക്നോളജി ഫോഴ്സ്ഫുള്ളി ടെക്നോളജി നമ്മളെ പഠിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. ആ ഫോഴ്സ് എന്താണ്? കോവിഡ് ആണ്. അതാണ് ഞാൻ അതിനെ പറഞ്ഞത് ഗെയിം ചേഞ്ചർ ആണെന്നില്ല പറഞ്ഞു. അതേപോലെ എഡ്യൂക്കേഷണൽ ടെക് ഒരു എന്താ പറയാ അഗ്രികൾച്ചറൽ മേഖലയിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പറയും പല മേഖലകളും റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്, കാലക്രമേണ ഡിസ്ട്രപ്ഷൻസ് കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെട്രോൾ ഡീസൽ ഭയങ്കര ഹൈക്ക് ഉണ്ട്, നമ്മൾ ഇന്നൊക്കെ പലരും സ്റ്റാറ്റസ് ഇട്ടതാണ്. ആ പെട്രോളിനൊക്കെ പകരം നാളെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വരികയാണ്. പല പല മാറ്റങ്ങൾ കൊണ്ടുവരിക. സ്വാഭാവികമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ, ഫുഡിലും നമ്മൾ കഴിക്കുന്നത് ഫുഡിനും പച്ചക്കറിക്കും പകരം വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും കഴിക്കാൻ കഴിയില്ല. ദാറ്റ് മീൻസ് അഗ്രികൾച്ചറും ഫുഡ് സെക്ടറിലും ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരാൻ പോകുന്നത്. അവിടെ ടെക്നോളജി ഓറിയന്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി
ഈ പറഞ്ഞ നിരാശ മാറിയിട്ട് അത് നമ്മൾ ക്യാപ്ചർ ചെയ്യും. എഡ്യൂക്കേഷൻ ടെക്നോളജി ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ സൂമും പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നു. ആ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ പോലും ഇപ്പൊ കൊറോണന്റെ സ്പ്രെഡ് കൊണ്ടാണെങ്കിൽ പോലും അത്തരത്തിൽ മാറേണ്ടി വന്നാൽ മാറാനുള്ള ടെക്നോളജി ആയിട്ട് പാരന്റ്സ്, സാധാരണക്കാരെ പാരന്റ്സ്, ടീച്ചേഴ്സ്, കുട്ടികളൊക്കെ ചാലഞ്ചസ് സ്വീകരിച്ചു, അത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു. അതേസമയം അവിടെയാണ് നമുക്ക് ബിസിനസ്സുകാർക്കുള്ള മേഖല. അവിടെ നമുക്ക് എന്ത് കൊണ്ടുവരാം? അത്തരത്തിലുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ, പിന്നെ എഡ്ടെക് എന്ന മേഖലയിൽ ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ വന്നു. ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന കമ്പനികളിൽ വളരെയധികം ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ വാല്യുവേഷൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ വാല്യൂ ആയി കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ആപ്പ് ഉണ്ട്, ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ലേണിംഗ് പ്ലാറ്റ്ഫോം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കാം. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ഒരു മെഡിക്കൽ കോച്ചിങ് ലേണിംഗ് സൊല്യൂഷൻ ആണ്. അപ്പം സ്റ്റുഡൻസിന്റെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കാവുന്ന പ്ലാറ്റ്ഫോം വന്നു. ദാറ്റ് മീൻസ് റിസൾട്ട് കൂടും, ഓപ്പർച്യൂണിറ്റി കൂടും. അത്തരത്തിലുള്ള മേഖലകൾ കൂടുതലായിട്ട് വരാൻ ഈ പറഞ്ഞ ഫിസിക്കൽ ക്ലാസ് ഇനി പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പലതും നമ്മൾ മുൻകൂട്ടി കാണാത്ത രീതികൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പരിചയപ്പെട്ടു. ആ ഫോഴ്സ്ഫുള്ളി പരിചയപ്പെട്ടതാണ് ബിസിനസ്. ഇതിലെ കൂടുതൽ ബിസിനസ്സുകാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിസിനസ്സുകാരായ നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നന്നാവും. ഹെൽത്ത് കെയറിൽ വന്ന മാറ്റങ്ങൾ, റിമോട്ട് മെഡിക്കൽ സർവീസ്, വീടുകളിലേക്ക് വന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ, ഈ വീടുകളിലേക്ക് പിന്നെ നമ്മളെ പല ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാം. നമ്മളെ വീട്, നമ്മളെ റൂം തന്നെ നമുക്ക് പിന്നെ ഒരു എന്താ പറയാ പിന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണ്. നമ്മളെ കോവിഡ് ട്രീറ്റ്മെന്റ് ഹോട്ടലുകൾ സീറോ ആയ സമയത്ത് ഹോട്ടലുകളെ റൂം ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലുകൾ ബിസിനസ് ചെയ്തു. ഹോട്ടലുകാർക്കും ബിസിനസ് വന്നു, ഹോസ്പിറ്റലിനും ബിസിനസ് വന്നു. അത്തരത്തിലുള്ള എന്താ പറയാ ഓപ്പർച്യൂണിറ്റികൾ ആര് ഫസ്റ്റ് യൂസ് ചെയ്യുന്നു അവന് വിജയിച്ചു. അതേപോലെ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്, നമ്മൾ പണ്ട് ഡോക്ടേഴ്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന മാസ്കും ഹൈജീൻ മെറ്റീരിയലും നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പോക്കറ്റിൽ ടവൽ ഇടുമ്പോൾ മറ്റേ പോക്കറ്റിൽ മാസ്ക് യൂസ് ചെയ്യണം. ദൈവം നമ്മളെ തന്നെ ഹൈജീൻ ആക്കി മാറ്റി, നമ്മൾ വൃത്തിയുള്ളവരാക്കി മാറ്റി. നമ്മൾ എങ്ങനെ കൈ കഴുകണം എന്ന് പണ്ട് ഞാൻ റോട്ടറി ക്ലബ്ബും റോട്ടറി പ്ലാറ്റ്ഫോമും കൂടിയാണ്, റോട്ടറി മെമ്പേഴ്സ് ഉണ്ട്. റോട്ടറി ക്ലബ്ബുകളിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു വിൻസ് എന്ന് പറഞ്ഞ പോലെ, വാഷ് ഇൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ റോട്ടറി ഇന്റർനാഷണൽ, അമേരിക്കയാണ് ഇതിന്റെ സെന്റർ. അമേരിക്ക വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് വാഷിംഗ് ഹാൻഡ്. നമ്മൾ വൃത്തിയായി എങ്ങനെ കൈ കഴുകാം എന്ന് പോൾ ഹാരിസ് എന്ന് പറഞ്ഞ ഇതിന്റെ ഫൗണ്ടർ വർഷങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഇപ്പം അന്ന് ഞങ്ങളൊക്കെ തന്നെ സ്കൂളുകളിൽ പോയിട്ട് ഇതിന് ഡെമോൺസ്ട്രേഷൻ നടക്കും. എനിക്ക് തന്നെ കളിയാക്കില്ല, ഞാൻ സ്വയം കളി ചെയ്തു ഇതിനാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ ആദ്യം ലോക്ക്ഡൌണിന്റെ തുടക്കത്തിൽ കോവിഡ് വന്ന സമയത്ത് എങ്ങനെ കൈ കഴുകാം എന്നുള്ള പ്രധാനമന്ത്രി മുതൽ രാഹുൽ ഗാന്ധി മുതൽ പല പൊളിറ്റിക്കൽ ലീഡേഴ്സും കൈ കഴുകുന്ന വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അപ്പം ഹൈജീൻ പ്രൊഡക്ട്സിന് അവിടെ ഇമ്പോർട്ടൻസ്. അവിടെ ആരാദ്യം അത്തരം മേഖലയിലേക്ക് കിടന്നോ അവര് മാർക്കറ്റ് ലീഡറായി മാറും. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്, ഫാർമയുടെ ഗ്രോത്ത് ഈ ഒരു കോവിഡ് 2021 ഫിനാൻഷ്യൽ ഇയറിൽ ഫാർമയുടെ ഗ്രോത്ത് 47% ആണ്. മറ്റുള്ള ഈ 47% ഫാർമസ്യൂട്ടിക്കൽ കൊടുത്താണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന എല്ലാ മേഖലകളും, ഇൻക്ലൂഡിങ് സ്പോർട്സ് മെഡിസിൻ, ഇൻക്ലൂഡിങ് സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ഫിറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ FMCG റീറ്റെയിൽ, FMCG റീറ്റെയിൽ ആൻഡ് ഫുഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാധിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ, ഗാർമെന്റ് ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഗാർമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഓൺലൈൻ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് സെയിലുണ്ട്. പുതിയ ടെക്നോളജിയാണ് ഓംനി ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോറൂമിൽ, ഇപ്പൊ കോഴിക്കോടുള്ള ഒരു ഷോറൂമിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡൽഹിയിലും മറ്റുള്ള ലോകത്തെ പല ഭാഗത്തും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടെയുള്ള മെറ്റീരിയൽ ഇവിടെ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെക്നോളജി വന്നു. അത് അഡോപ്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പ് ഔട്ട് ചെയ്ത ഇൻഡസ്ട്രിക്കും തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇന്ത്യ എന്നല്ല ലോകത്ത് പല അഡ്വാൻസ്ഡ് ആണ്. കുറെ മുന്നേ തന്നെ 1985 ശേഷമാണ് ഈ ടെലികോം റെവല്യൂഷൻ ഒക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ IT റെവല്യൂഷൻ ഒക്കെ ഉണ്ടായത്. ആ ITക്കും ടെക്നോളജിയും ആ റെവല്യൂഷൻ അന്ന്
ഉണ്ടായത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ സമയമാണ്. ഒരാൾക്ക് 2-3 മൊബൈലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ലോകത്തെ വിരൽത്തുമ്പിൽ ലോകത്തെ കാണാൻ പഠിപ്പിച്ച ഐ.ടിയും ടെലികമ്മ്യൂണിക്കേഷനും ഇന്ന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ബിസിനസ്സിനും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അടക്കം ഐ.ടിയും ടെലികമ്മ്യൂണിക്കേഷന്റെ ഒരു റവല്യൂഷനാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് പൈസ ഉണ്ടാക്കാം. പിന്നെ സ്റ്റാർട്ടപ്പുകൾ, പലപ്പോഴൊക്കെ പണ്ട് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എൻഡപ്പായിട്ടായിരുന്നു പലരും കണ്ടിരുന്നത്. സ്റ്റാർട്ടപ്പ് തുടങ്ങും, അത് ഒരു 2 ഇയറിനുള്ളിൽ വൈൻഡപ്പ്. ഇപ്പൊ സ്റ്റാർട്ടപ്പുകള് ലോങ് ടേം വിഷനുള്ള വെൽ ഓർഗനൈസ്ഡ് ആയ, പക്ഷെ അതേസമയം എക്സിക്യൂഷൻ പ്ലാൻ, പണ്ട് പഞ്ചവത്സര പദ്ധതി എന്നായിരുന്നു നമ്മൾ പറയാറ്. ഇപ്പൊ പഞ്ചവത്സര പദ്ധതിക്ക് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. മാക്സിമം 2 to 3 ഇയർ. കാരണം അത്രയ്ക്ക് ഡിസ്ട്രപ്ഷൻ ആ സമയത്ത് വരും. അത്തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ സ്കോപ്പാണ്. എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പാണ്, എവിടെയും സ്റ്റാർട്ടപ്പാണ്. ആ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ മേഖല, അതിന് സ്പീഡ് ആവാനും ആർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്നുള്ള കോൺഫിഡൻസ് തന്നത് കോവിഡാണ്. ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ സെക്കൻഡ്സിന്റെ ഉള്ളിൽ, ഇപ്പൊ ഇന്ന് ഞാനൊരു ഇത് വായിച്ചു. ഒരു ഇന്ത്യൻ വംശജൻ, ഒരു പയ്യനെ MME സെക്ടർ എന്ന് പറഞ്ഞാൽ മീഡിയ ആൻഡ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്, US വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ MME സെക്ടർ. MME സെക്ടറിൽ അവൻ റിസർച്ച് നടത്തി, പഠനം നടത്തിയത് 2025 ആകുമ്പോഴത്തേക്ക് 1 ബില്യൺ ഡിജിറ്റൽ യൂസേഴ്സ് വരും. 1 ബില്യൺ ഡിജിറ്റൽ യൂസേഴ്സ് വരും എന്ന് കണ്ടതുകൊണ്ട് ഇന്ത്യൻ വംശജനായ ഒരു പയ്യൻ, 25 or 26, മയൂർനാഥ് സിംഗ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടാക്കിയ റെവല്യൂഷൻ. അവൻ ഉപയോഗിച്ചത് ഡിജിറ്റൽ മീഡിയയും OTT പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചിട്ട് മില്യണറായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ അവൻ തന്നെ പറയുന്നു, താങ്ക്സ് ടു കോവിഡ്, ഹി ഈസ് ദ റിയൽ ഗെയിം ചേഞ്ചർ ഇൻ മൈ ലൈഫ്. അവന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എവിടെയോ ഒന്ന് വായിച്ച് കേട്ടിരുന്നു ഒരിക്കലും. അപ്പൊ ഇത്തരത്തില് ആർക്കും തുടങ്ങാം. നന്നായിട്ട് അതിനെ, നേരത്തെ പറഞ്ഞ ഗ്രാമത്തിലെ കർഷകൻ പണിയെടുത്ത പോലെ പണിയെടുക്കണം. OTT പ്ലാറ്റ്ഫോം, തിയേറ്ററുകൾ അടച്ചു, മാളുകളില്ല എങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് പകരം OTT പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറണം. പണ്ട് പിന്നെ STD ബൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു STD ബൂത്ത് നടത്തുന്ന സാധാരണക്കാരന് STD ബൂത്ത് വൈപ്പ് ഔട്ട് ചെയ്ത് മൊബൈൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ മറ്റേ റീചാർജ് കൂപ്പൺ വിൽപ്പനയായി മാറി. റീചാർജ് കൂപ്പണ് പിന്നെ പോയി വാങ്ങുന്നതിന് പകരം ഈ മെസ്സേജ് അയച്ചിട്ട് പിന്നെ റീചാർജ് ചെയ്യുന്ന സിസ്റ്റം, അതിന് ഗൂഗിൾ. ഞാൻ ആലോചിക്കും, നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ ഡിപ്പെൻഡ് ചെയ്തത് സാധാ പലചരക്ക് കട, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കട, അല്ലെങ്കിൽ പീടിക എന്ന് പറഞ്ഞാൽ പീടിക കൊലയിലിരിക്കുന്ന പീടിക, അവരിൽ നിന്ന് നമ്മൾ ഒരു കാലത്ത് ഒരുപാട് അകന്നു പോയിരുന്നു. ഈ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം, ഡിജിറ്റൽ ഇന്ത്യ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം അവർക്കൊന്നും ആ ഒരു ചേഞ്ചസ് ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ മൂവ് ചെയ്തു. പക്ഷെ കോവിഡ് സത്യത്തിൽ നമ്മളെ തിരിച്ച് അവരിലേക്ക് എത്തിച്ചു. നമ്മളെ വീടിന് തൊട്ടടുത്തുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണ്. അവർ ഫോഴ്സ്ഫുള്ളി ഗൂഗിൾ പേയും പേടിഎം ഒക്കെ യൂസ് ചെയ്യുന്ന തലത്തിലേക്ക് മാറ്റി കോവിഡ്. ഞാനൊരു പരസ്യം കാണാൻ, ഒരു സമൂസ ഒരു പരസ്യമാണ്. ഒരു ചെറിയ കൗണ്ടർ, അയാൾ ചായയും സമൂസയും കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് ആൾക്കാർ. ക്യാഷ് ഇങ്ങനെ കൊടുത്ത് തിരക്ക് കൂട്ടുമ്പോൾ അയാൾ ആരോടും ക്യാഷ് ചേഞ്ച് ഇല്ല, കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാകുമ്പോൾ തൊട്ട് പിന്നിൽ നിന്ന് ഒരു ലേഡി പേടിഎം വഴി മെസ്സേജ് വരുന്നു, അവർക്ക് സാധനം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ, പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത നമ്മുടെ ഗ്രാമത്തിലുള്ള സാധാ പീടികയിലെ സാധാരണക്കാരനായ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ പേടിഎം അവൈലബിൾ, ഗൂഗിൾ പേ അവൈലബിൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കോവിഡ് മാറ്റി. തിരിച്ച് അവർക്ക്, അപ്പൊ അവര് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക്, ഒരു സാധാരണ കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് അവര് അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ടെക്നോളജി സാധാരണക്കാരൻ ഉപയോഗിക്കുകയാണ്. ഗൂഗിൾ പേ എന്ന് പറഞ്ഞത് ഇപ്പം പിന്നെ പേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യും വളരെ കുറവാണ്, ചില്ലറകൾ നമുക്ക് കിട്ടുന്നില്ല, ഗൂഗിൾ പേ ആണ് ഫെസിലിറ്റി. അപ്പൊ ഇതൊക്കെ ശരിക്ക് എന്റെ ഒരു ഒബ്സർവേഷനിൽ വളരെ നന്നായിട്ട് കോവിഡിന് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫിറ്റ്നസ് സ്പോർട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫ്രീലാൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്
നമുക്ക് ആർക്കും എവിടുന്നും കൺസൾട്ടൻസി കൊടുക്കാനും ഓഫീസ് ഇല്ലാതെ തന്നെ നമുക്കറിയാലോ ഇപ്പൊ വർക്ക് ഫ്രം ഹോം, ഞാൻ അതിനെക്കുറിച്ച് ഇതിലധികം പറയേണ്ട ആവശ്യമില്ല. പലർക്കും നമ്മളെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിനേക്കാൾ വലിയൊരു അവസരം കിട്ടുമോ? നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ കോസ്റ്റിംഗ്, നമ്മളെ ഓഫീസിന്റെ അല്ലെങ്കിൽ ലിവിങ് കോസ്റ്റോ ഓഫീസിന്റെ കോസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസിന്റെ കോസ്റ്റ് എടുക്കാൻ ഇതിനേക്കാൾ വലിയൊരു അവസരം പലപ്പോഴും നമ്മൾ പറയേണ്ട ഒരു പിന്നെ മൊബൈൽ റേഞ്ച് ഒന്നും ഇല്ലാത്ത ഒരു ഹാങ് ഔട്ട് പ്ലേസിൽ പോയിട്ട് എനിക്ക് റിസർച്ച് നടത്തണം എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യണം, ബജറ്റ് ചെയ്യണം, പ്ലാനിങ് വേണം, മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കോസ്റ്റിംഗ് എടുപ്പിച്ചത് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നത്, എങ്ങനെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടാം എന്നത് പഠിപ്പിച്ച ഒരു സാഹചര്യമല്ലേ കോവിഡ് നമുക്ക് കൊണ്ടുവന്നത്. ആ കോസ്റ്റിങ്ങിലൂടെ നമ്മളെ വർക്ക് ഒപ്റ്റിമം കോസ്റ്റ് റാഷണലൈസ് ആക്കാൻ നമുക്ക് പറ്റിയില്ലേ? ശരിക്കും പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഓഫീസുകൾ നമ്മളെ വർക്ക് ഫ്രം ഹോമിന്റെ യൂട്ടിലിറ്റി നമ്മൾ മനസ്സിലാക്കി, അതിന്റെ എഫക്റ്റീവ്നെസ്സും പ്രൊഡക്ടിവിറ്റിയും നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ കോസ്റ്റ് കുറച്ച് നമ്മൾ പ്രോഫിറ്റ് കൂട്ടുന്ന പല മെക്കാനിസവും നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടോട്ടൽ ചേഞ്ച് നമ്മളെ ലൈഫിൽ, നമ്മളെ ഓഫീസ് ബിസിനസ്സിൽ, നമ്മളെ ബിഹേവിയറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, കോവിഡിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ടുണ്ട്. ശരിക്കൊരു മാനേജ്മെന്റ് ഓർത്തഡോക്സിനെയാണ് അത് ബാധിച്ചത്. ശരിക്കും ചാലഞ്ച് ചെയ്തിട്ട് മാനേജ്മെന്റ് ഓർത്തഡോക്സി തന്നെ ചാലഞ്ച് ചെയ്ത ഒരു വൈറസ് ആണ് നമ്മുടെ സ്വന്തം കോവിഡ്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിൽ കുറെ ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ഇന്ററാക്ഷനിലേക്ക് പറയായിരിക്കും ആരിസ് നന്നാവാം എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ ഒരു ഏകദേശം സമയമായില്ലേ? സമയം. അപ്പൊ ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പൊ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തിയററ്റി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും കേരളത്തിന് എന്താണ് ഇനിയുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു സംഗതി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെസ്റ്റേൺ എക്കണോമി ഈസ്റ്റിലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം ബാധിച്ചത് അമേരിക്കയാണ്. ചൈനയെ ശരിക്കൊരു ഇമോഷണൽ ഫീലിങ്ങോട് കൂടി നമ്മളെ ശത്രുവായിട്ട് കാണുന്നുണ്ട് പല രാജ്യങ്ങളും. സ്വാഭാവികമായിട്ട് അടുത്ത ഹ്യൂമൻ റിസോഴ്സുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുള്ള അടുത്ത രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യയെ നോക്കിക്കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ, ഒരു കടലാസിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് റിയൽ ടൈം ടു എമേർജ്, അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ, കോവിഡ് പീരിയഡ്, ലോക്ക്ഡൌൺ പീരിയഡ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എമേർജ് ആയി വരും. മാനുഫാക്ചറിങ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ലിബറലൈസ് ചെയ്ത് വേൾഡിലെ പല കമ്പനികളും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുള്ള മേഖലകൾ, പുതിയ മേഖലകൾ ഒരുപാട് പലരും, ഞാൻ വേറൊരു ഒരു പോയിന്റ് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലോക്ക്ഡൌണിൽ ദുബായിലൊക്കെ GCC കൺട്രീസിലൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ നാട്ടിലേക്ക് എത്തണേ എന്നായിരുന്നു. എസ്പെഷ്യലി കേരളത്തിലേക്ക് എത്തണം, എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി, എനിക്ക് പണി വേണ്ട, ഒന്നും വേണ്ട, കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആശിച്ചിട്ട് പല തലമുറകളും, നമ്മുടെ പുതിയ തലമുറകളൊക്കെ ഇനി കേരളത്തിലേക്കില്ല, ഇന്ത്യയിലേക്കില്ല, അവിടെ ജീവിക്കാൻ പറ്റില്ല, ഇനി ഫോറിൻ കൺട്രീസിലാണെങ്കിലും പലപ്പോഴും നമ്മളെ സെറ്റിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ച പലരും നാട്ടിലൊരു ഷെൽട്ടർ വേണമെന്ന് മനസ്സുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം ശരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് എസ്പെഷ്യലി ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്റ്റേറ്റ് ആയ കേരളത്തിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആ കേരളത്തിലെ കേരളത്തിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ ഭൂപ്രകൃതി വലിയ ലിമിറ്റേഷൻ, അവൈലബിലിറ്റി ഓഫ് ലാൻഡ് വലിയ ലിമിറ്റേഷൻ ആണെങ്കിൽ പോലും കേരള ഗവൺമെന്റും പ്ലാനിംഗ് ടീമും ഇതിന്റെ പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മേക്ക് ഇൻ കേരള എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിൽ കേരളത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വിദേശികളുണ്ട്, NRIs ഉണ്ട്, NRKs ഉണ്ട്. അവര് നാട്ടിലൊരു ഷെൽട്ടർ വേണം, നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണം, ഇവിടെ പൊട്ടിയാലും എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചു തുടങ്ങിയ സമയമാണ്. ആ സമയം നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ മേഖലകൾ ശരിക്കും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ നന്നാവും. അതിന് മേക്ക് ഇൻ കേരള കോൺസെപ്റ്റ് ശരിക്കും നമ്മളെ പോലുള്ള കൺസൾട്ടന്മാരായാലും ബിസിനസ്സുകാരായാലും പ്ലാൻ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കോട്ടേജ്, ഈ കുടിൽ വ്യവസായങ്ങൾ, ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, സത്യത്തില് ബുക്കിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇതായിരുന്നു MSMEs. ഡിമോണിറ്റൈസേഷൻ ശരിക്ക് വൈപ്പ് ഔട്ട് ചെയ്തിരുന്നു ഈ MSME സെക്ടറുകളെ. കാരണം ലിക്വിഡിറ്റിയും ക്യാഷ് ഫ്ലോവും, മാർക്കറ്റിലെ ക്യാഷ് ഫ്ലോവും വളരെയധികം
പിന്നെ ഡെഡ് വളരെ ഒരു എന്താ പറയുക ഒരു ഡൈങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ വലിയ കമ്പനികൾ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോജക്റ്റുകൾ ഒഴിവാക്കി വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കും MSME ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണ്. ഒരുപാട് കമ്പനികൾ തന്നെ എസ്പെഷ്യലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ പിന്നെ ഫോറിൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഫോർ എക്സാമ്പിൾ മൾട്ടി ബ്രാൻഡ് റീറ്റെയിലേക്ക് സിംഗിൾ ബ്രാൻഡ് റീറ്റെയിലേക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 30% ഓഫ് പിന്നെ പൊസിഷൻ ഐ മീൻ പ്രോസസ്സിങ് അല്ലെങ്കിൽ പർച്ചേസ് MSME സെക്ടറുകൾ ലോക്കലി വേണം, ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ ഒക്കെ പ്ലസ് പോയിന്റ് എടുക്കുകയും ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലായി വലിയ കമ്പനികൾ ഒരു വലിയ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോജക്റ്റുകൾ ഇനി മടിക്കുന്നത് കൊണ്ട് ചെറുകിടക്കാർക്ക് അത് ഡിവൈഡ് ചെയ്ത് പിന്നെ അതേപോലെ സർവീസ് ഇൻഡസ്ട്രികളിലുള്ള കൺസൾട്ടന്റ്മാർ എംപ്ലോയീസും പലർക്കും ജോലി നഷ്ടപ്പെട്ടവരൊക്കെ പല പ്രാക്ടീസിങ്ങും കൺസൾട്ടൻസിയും തുടങ്ങിക്കഴിഞ്ഞാൽ വർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കമ്പനികൾ അവർക്ക് വർക്ക് കൊടുക്കുകയും ആ മേഖല വളരെ നന്നായിട്ട് പിന്നെ വളർന്നു വരികയും ചെയ്യുന്ന ഗിഗ് എക്കണോമിക്ക് വലിയൊരു ചാൻസ് കേരളത്തിലുണ്ട്. പിന്നെ എസ്പെഷ്യലി ഹൈജീനിക്ക് നമുക്കറിയാം കേരളം വേൾഡിലെ പല ബ്രാൻഡിനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പേര് വലിയ രീതിയിൽ പേര് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈജീനും ഹെൽത്ത് കെയറും ആയുർ കെയർ ബ്രാൻഡിങ്ങിനും കേരളത്തിൽ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ടൂറിസം, ഇപ്പൊ ഫോറിൻ ടൂറിസത്തിന് വലിയ രീതിയിൽ അടി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ടൂറിസവും റെസ്പോൺസിബിൾ ടൂറിസം കേരള ഗവൺമെന്റ് പുതുതായിട്ടൊരു അവരുടെ പദ്ധതി തന്നെ പറഞ്ഞു ഡൊമസ്റ്റിക് ടൂറിസം. പകരം നമ്മൾ പോലും നമ്മളെ തൊട്ടടുത്തുള്ള പല പ്രദേശങ്ങളിലെ യൂട്ടിലിറ്റിയും അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഡൊമസ്റ്റിക് ടൂറിസം കൂട്ടാൻ അത്തരം മേഖലയിൽ പ്രവർത്തിച്ച് വലിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളോടുകൂടി ഡൊമസ്റ്റിക് ടൂറിസം എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. പിന്നെ പ്ലാന്റേഷൻ, കേരളത്തിന്റെ ഏറ്റവും വലിയ പഴയ ഒരു നിയമങ്ങളായ പ്ലാന്റേഷനെ സംരക്ഷിക്കുന്ന നിയമം. വലിയ ആൾക്കാർ വലിയ പ്ലാന്റേഷനും തോട്ടങ്ങളുള്ള ആൾക്കാരൊക്കെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്ന ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനെ അഗ്രിപ്രണർഷിപ്പിലേക്ക് മാറ്റാനും ചെറിയ ചെറിയ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു പുതിയ സാധനം പറഞ്ഞു, പഴവർഗ്ഗങ്ങൾ അവിടെ മാനുഫാക്ചർ ചെറിയ യൂണിറ്റുകളായിട്ട് ചെയ്യുന്നതിന്റെ ഒരു പോളിസി ഫ്രെയിംവർക്ക് ചെയ്യാൻ പോവാ. ദാറ്റ് മീൻസ് പ്ലാന്റേഷൻ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റേഷനെ പ്രൊഡക്റ്റീവ് ആയിട്ട് അഗ്രിപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ്. പണ്ട് നമ്മളെ ബാംഗ്ലൂരും ഹൈദരാബാദും മാത്രമായിരുന്നു IT പറ്റൂ, IT അവിടെ പോയിട്ട് കാരണം കണക്ടിവിറ്റി വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ കണക്ടിവിറ്റി ഒന്നുമില്ലാതെ തന്നെ റിമോട്ട് വർക്കിംഗ് ആയിട്ട് വർക്ക് ഫ്രം ഹോം കൊടുത്താലും അത് ഓപ്പർച്യൂണിറ്റി ആണെന്നും കമ്പനികൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന കമ്പനികളെ ചിന്തിപ്പിക്കുകയും റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിലെ ഹ്യൂമൻ റിസോഴ്സ് IT പ്രൊഫഷൻസ് ബിസിനസ് പ്രോസസിംഗ് മാനേജ്മെന്റ് എന്ന രംഗത്തേക്ക് കടന്നു വരാൻ അതിന് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു നോളജ് വർക്കിംഗ് സ്പേസുകൾ സ്വാഭാവികമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്. പലപ്പോഴും നമുക്ക് പിന്നെ നമ്മളൊക്കെ തന്നെ ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ എഞ്ചിനീയേഴ്സിനും പല പ്രൊഫഷണൽ പല മേഖലകളിൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു കുറവ്, റിയൽ സ്കില്ലുള്ള ആൾക്കാരെ കിട്ടാത്ത മേഖല ഉണ്ടല്ലോ. ഇപ്പൊ ഗവൺമെന്റ് വലിയ രീതിയിൽ അതിന് സെൻട്രലും സ്റ്റേറ്റും നല്ല ഫണ്ട് അലോട്ട് ചെയ്യുകയും സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പം നമ്മളെ 2-3 കോൺട്രാക്ടിങ് കമ്പനി അവര് തന്നെ സ്കിൽ ട്രെയിനിങ് സ്കിൽ ഡെവലപ്മെന്റിന് വേറെ തന്നെ ഒരു കോളേജ് തുടങ്ങിയിട്ട് അവർക്ക് വേണ്ട നല്ല സ്കില്ലുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് റെസിഡൻഷ്യൽ ആയിട്ട് പഠിപ്പിച്ച് മോൾഡ് ചെയ്ത് ഗ്രൂം ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ വരാൻ പോകുന്നത്. പിന്നെ ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും പോളിസി ഫ്രെയിംവർക്കിൽ വലിയ മാറ്റം കൊണ്ടുവന്നാലേ ഇതൊക്കെ നടത്താൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ് എന്നൊക്കെ പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ല വേണ്ടത്, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ പിന്നെ റൂളുകൾ പിന്നെ കേരളത്തിൽ നിർബന്ധം. കാരണം ഈ പരിസ്ഥിതി പ്രവർത്തകർക്ക് വെറുതെ കേസ് കൊടുത്ത പ്രൊജക്ട് ബ്ലോക്ക് ആവുമ്പോൾ അത് ജെന്യൂനെസ് ചെക്ക് ചെയ്ത് വെറുതെ കൊടുക്കുന്ന കേസുകളെ തടവിലാക്കാനുള്ള ആക്ട് വരെ വേണം അത്തരം ആൾക്കാരെ. പിന്നെ നമുക്ക് പറ്റിയത് എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ഒരു ഇമോഷണൽ എന്താ പറയാ സ്ട്രെങ്തൻ ആയിട്ടുണ്ട് അല്ലെ. പലപ്പോഴും നമ്മളെ പണ്ട് എംപ്ലോയർ തൊഴിലാളി മുതലാളി എന്നുള്ള ഡെഫിനിഷൻ മാറിയിട്ട് കുറച്ചും കൂടെ ഇമോഷണലായി മാറി. എന്റെ പിന്നെ മുതലാളിക്ക് പൈസ ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ച സമയമായിരുന്നു ലോക്ക്ഡൌൺ. അദ്ദേഹത്തിന് പൈസ ഉണ്ടായാലും എന്റെ കുടുംബം പോയിട്ടുള്ളൂ. അപ്പോൾ ഇമോഷണലി ബോണ്ടിങ് എംപ്ലോയർക്ക് പിന്നെ കൂടുതലായിട്ട് എംപ്ലോയർ കൂടുതലായിട്ട് വന്ന സ്ഥിതിക്ക് അതിന്റെ ഡെഫിനിഷൻ മാറ്റുകയും അതിനനുസരിച്ചുള്ള ലേബർ ലോസ് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേബർ ലോസുകൾ വരികയും അതിന്റെ റൂൾസും പിന്നെ റെഗുലേഷൻസും വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഡാം ഷുവർ 100% വലിയ ഓപ്പർച്യൂണിറ്റിയാണ്.
വരാൻ പോകുന്നത്. റിമൈൻഡ് യു വൺ തിങ് അഗൈൻ, ഡിസ്ട്രപ്ഷൻസ്, ടെക്നോളജി ചേഞ്ചസ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ പിന്നെ പണ്ട് പിന്നെ നമ്മുടെ യൂബറും മുലയും ഓയോയും എയർ ബി എൻ ബി ഒക്കെ കൊണ്ടുവന്ന ചേഞ്ചസ് നമ്മളെ മുന്നിലും കൊണ്ടുവരും. അതുകൊണ്ട് കോവിഡ് എന്ന മഹാമാരി, ലോക്ക്ഡൌൺ എന്ന എന്താ അറ്റ്മോസ്ഫിയറിൽ പണ്ട് ആ ഗ്രാമത്തിലെ കർഷകർ പണിയെടുത്ത പോലെ 12 വർഷത്തിന് ശേഷം പെയ്യാനുള്ള മഴയ്ക്ക് വേണ്ടി ഇപ്പോഴേ പണിയെടുത്ത് ആയുധങ്ങൾ മിനുക്കി മൂർച്ച കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിലും ജീവിതത്തിലും ഈ കോവിഡ് കൊണ്ടുവന്ന ചേഞ്ചസ് നമ്മളെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരികയും വിജയം കൊണ്ടുവരാൻ കഴിയുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളും അതേ അഭിപ്രായം ഉണ്ടാവും എന്ന് കരുതുന്നു. ഇതോടുകൂടി ഈ ഒരു അഗെയിൻ റോബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ, ഓപ്പർച്യൂണിറ്റി ലൈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ക്രൈസിസ്. ക്രൈസിസ് ആണ് നമ്മളെ ലക്ക്. ആ ക്രൈസിസ് നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നവന് വിജയം ഉണ്ടാവും. ഇനി അടുത്ത ഒരു 100 വർഷം കഴിഞ്ഞ് മറ്റൊരു കോവിഡ് വരുന്നതിന് മുന്നേ നമ്മൾ നമ്മളായി ജീവിക്കാനും നമ്മളെ ഈ ആയുസിൽ നമുക്കൊരു സക്സസ് ഉണ്ടാക്കാനും ഇതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ ക്ലബ് ഹൗസ് ടോക്ക് ഞാൻ നിർത്തുന്നു.